ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ നോയമ്പിൻ്റെ 40-ാം ദിനത്തോട് അടുത്തു വരുന്നതായി നമ്മൾ നോയമ്പിൻ്റെ ചിന്തകളുമായിട്ട് ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. 40 നേരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. യേശു തമ്പുരാൻ ഒരു കുരുടനെ സൗഖ്യമാക്കുന്നതായ കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നതായ കുരുടനെ യേശു തമ്പുരാൻ അവൻ്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിൽ പുറത്തു കൊണ്ടുപോയി. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ തന്നെ അവനെ തൊട്ട് സൗഖ്യമാക്കാം എങ്കിലും അതിൻ്റെ കർത്താവിൻ്റെ വിശ്വരൂപം ഒന്ന് തിരിച്ചറിയുവാൻ ഉള്ള ശേഷി ജനത്തിനോ വ്യക്തിക്ക് ഉണ്ടാവുമോ എന്നുള്ളതിലുപരിയായി വ്യക്തിബന്ധങ്ങൾക്ക് യേശു തമ്പുരാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയെ ഗ്രാമത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണിൽ തുപ്പി ശേഷം അവനോടൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, നീ വല്ലതും കാണുന്നുവോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരങ്ങളെ പോലെയാണ്, അവർ നടക്കുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ടും അവനെ തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ അവന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയാണ്. ഈ അവസരത്തിൽ ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സംഭവത്തിൽ സൗഖ്യം തമ്പുരാൻ കൊടുക്കുന്നത്. അതിന് രണ്ടാമത്തെ സൗഖ്യത്തിലാണ് ഏറ്റവും കാതലായ കാര്യം. അവന് ആദ്യത്തെ സൗഖ്യം കൊടുത്തപ്പോൾ മനുഷ്യരുടെ മരങ്ങളെ പോലെയും നടക്കുന്നു എന്നൊക്കെയാണ് അവൻ കണ്ടത്. അതവൻ്റെ ശാരീരികമായ കണ്ണുകൾ മാത്രം തുറക്കപ്പെടുന്നു. എന്നാൽ രണ്ടാമത്തെ സ്പർശനത്തിൽ അവന് അവൻ്റെ ഉൾക്കണ്ണ് തുറക്കുവാൻ സാധിച്ചു. ആ ഉൾക്കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും അവൻ ഈ ലോകത്തെയും, ഈ ലോകത്തിലെ അവസ്ഥാന്തരങ്ങളെയും, ഈ ലോകത്തിലെ മനുഷ്യരെയും, ദൈവത്തിൻ്റെ സൃഷ്ടികളെയും സകലം കാണുവാനും അറിയുവാനും പൂർണ്ണമായിട്ട് അറിയുവാൻ അവന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിലൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പഠിക്കുവാനുള്ളത്, ഒന്ന്, ദൈവം തമ്പുരാൻ വ്യക്തിപരമായി നമ്മുടെ അടുത്ത് വരുവാനും നമ്മെ കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ വ്യക്തിപരമായി ദൈവത്തോട് അടുത്താണോ എന്നുള്ള ചിന്ത ഒന്നാമതായിട്ട് നാം ചിന്തിക്കുക. 2, നമ്മുടെ ശാരീരികമായ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുക. അതിനെ അടച്ചിരിക്കുന്നു. പാപമാവുന്ന പങ്കലകൾ, മാറാലകൾ കൊണ്ട് അത് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ആ മാറാലകൾ പതുക്കെ നമുക്കത് മാറ്റപ്പെടണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും നോമ്പാലും നല്ല മനോഗണ പ്രവൃത്തികളാലും ഒക്കെയും നമ്മളത് മാറ്റപ്പെടുവാൻ സാധിക്കണം. അപ്പോൾ അത് തുറക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ, നമുക്ക് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും. അവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അവനോട് കൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണല്ലോ നമ്മുടെ ഈ വലിയ നോമ്പിൻ്റെ ലക്ഷ്യം. ആയതിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ വീഴ്ചകളൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ, അതനുസരിച്ച് പാപമോചനം പ്രാപിച്ച് അവൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവനോട് കൂടെ നടക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയതായ കാര്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായിട്ട് ഈ വലിയ നോമ്പ് പെരുന്നാൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, അതിനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു. ദൈവത്തിന് നാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ.